കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ ഓഫ് യു, വെൽക്കം ടു ലേൺവൈസ്. ലേൺവൈസിലെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ MA ഹിസ്റ്ററിയുടെ MHI 104 എന്ന പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. MHI 104 പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പേപ്പറുടെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് പല രീതിയിലുള്ള ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് പരീക്ഷയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നത് എത്തരത്തിലുള്ള ചോദ്യങ്ങളാണ്, ഏത് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ വരുന്നത്, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, മാർക്കിംഗ് സ്കീം എങ്ങനെയാണ്, ചോദ്യം വരുന്ന രീതി ഏതൊക്കെയാണ്, വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ഒരു സിലബസ് മാപ്പിംഗ് നമുക്കിവിടെ കാണാം. അതായത് ഓരോ ബ്ലോക്കിൽ നിന്നും യൂണിറ്റിൽ നിന്നും ഏതൊക്കെ ടോപ്പിക്കുകളാണ് വരുന്നതെന്നും മുമ്പ് ചോദിച്ചിട്ടുള്ളതെന്നും കൃത്യമായി പറയുന്നുണ്ട്. ഇത് കൂടാതെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എങ്ങനെയാണ്, മാർക്ക് അലോക്കേഷൻ എങ്ങനെയാണ്, ക്വസ്റ്റ്യൻ വരുന്ന പുതിയ രീതികൾ എങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നും എടുത്തു പറയുന്നുണ്ട്. ഇതിനു പുറമെ ലേൺവൈസിന്റെ ഭാഗത്തു നിന്നും ഒരു ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസും നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ ഒരു പ്രഡിക്ഷൻ കൂടി നടത്തുന്നുണ്ട്. ദെൻ അതിന് പുറമെ നിങ്ങൾക്കൊരു മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ നൽകുന്നുണ്ട്. അതായത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നൽകുന്നുണ്ട്. അത് ആൻസർ ചെയ്ത് നോക്കി നമുക്ക് തന്നെ നമ്മുടെ പഠന നിലവാരം അളക്കാവുന്നതാണ്. അപ്പൊ ആദ്യം നമുക്ക് സിലബസ് മാപ്പിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഓരോ ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന്, റെലവെന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നും അത് എത്ര തവണ മുൻ പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യമായി നമുക്ക് ബ്ലോക്ക് 1 ഏർലി സ്റ്റേറ്റ് ഫോർമേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് അതിലെ യൂണിറ്റ് 1ലെ പ്രീ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. വേദിക് ടെസ്റ്റുകളെ കുറിച്ചും ഹാരപ്പൻ എവിഡൻസസിനെ കുറിച്ചും ഏർലി തമിഴ് പൊളൈറ്റിയെ കുറിച്ചും ചോദ്യം വന്നിട്ടുണ്ട്. ഏകദേശം 11 തവണയോളമാണ് ഈ ഒരു ചോദ്യം യൂണിവേഴ്സിറ്റി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഇത് ഇനിയും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. ഒരു ഹൈ റെലവൻസി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് നമുക്ക് എടുത്തു പറയാം. അടുത്തത് ബ്ലോക്ക് 1ലെ തന്നെ രണ്ടാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ടെറിറ്റോറിയൽ സ്റ്റേറ്റ്സ് ടു എംപയർ എന്ന് പറയുന്ന യൂണിറ്റിലെ മൗര്യൻ എംപയർ. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് മൗര്യ സാമ്രാജ്യത്തെ കുറിച്ചുള്ള കുറിപ്പ് എന്ന് പറയുന്നത്. അതിനു പുറമെ ഗണസംഘാസ്, മൊണാർക്കീസ്, ഇത് രണ്ടിനെ കുറിച്ചും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത് മൂന്നും വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഏകദേശം 13 തവണയോളമാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അടുത്തത് ബ്ലോക്ക് 1ലെ തന്നെ യൂണിറ്റ് 3 ഭാഗത്തിലെ സെക്കൻഡ് BC ടു തേർഡ് CE പൊളിറ്റിക്സ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നുള്ള കുഷാന സ്റ്റേറ്റിനെ കുറിച്ചും ശതവാഹനാസിനെ കുറിച്ചും ഏകദേശം 10 തവണയോളം ചോദ്യം മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അതും ഒരു ഹൈ റെലവൻസ് ഉള്ള ഒരു ചോദ്യമാണെന്ന് പറയാം. അടുത്തതായി ബ്ലോക്ക് 1ലെ യൂണിറ്റ് 4ൽ നിന്നുള്ള നോൺ മൊണാർക്കിയൽ പോളിറ്റീസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും ഗണസംഘാസ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഏകദേശം 7 തവണയോളം ചോദിച്ചിട്ടുണ്ട്. അതൊരു മീഡിയം ലെവൽ ചോദ്യമായിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്. അടുത്തതായി ബ്ലോക്ക് 1ലെ തന്നെ യൂണിറ്റ് 5ലെ 3rd to 6th CE പോളിറ്റീസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും ഗുപ്ത പവർ, ഫ്യൂഡറ്ററീസ്, ട്രൈബൽ പോളിറ്റീസ് എന്ന് പറയുന്ന ഭാഗം ഏകദേശം 12 തവണ ചോദിച്ചിട്ടുണ്ട്. ഹൈ റെലവൻസി ഉള്ള ഒരു ചോദ്യമാണത്. ബ്ലോക്ക് 2ൽ നിന്ന്
ബ്ലോക്ക് 2ന്റെ പേരാണ് സ്റ്റേറ്റ്സ് 7th to 30th century. ഇതിലെ 6ാമത്തെ യൂണിറ്റിൽ നിന്നും ഏർലി മിഡീവൽ നോർത്ത് ഇന്ത്യ എന്ന് പറയുന്ന യൂണിറ്റിലെ രജപുത്സ്, പാലാസ്, സ്റ്റേറ്റ് ഫോർമേഷൻ എന്ന ടോപ്പിക്കുകൾ ഏകദേശം 8 തവണയോളം യൂണിവേഴ്സിറ്റി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. അതും ഒരു മീഡിയം ലെവൽ ചോദ്യമായിട്ടാണ് കൺസിഡർ ചെയ്യാവുന്നത്. അടുത്തതായി ബ്ലോക്ക് 2ലെ തന്നെ 7ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഏർലി മിഡീവൽ പെനിൻസുലാർ എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നുള്ള കിങ്ഡംസ്, അഡ്മിൻ സിസ്റ്റംസ്, അതായത് പല്ലവാസിന്റെയും ചോളാസിന്റെയും പാണ്ഡ്യാസിന്റെയും, നമുക്കറിയാം ഇതൊക്കെ സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ചുള്ള കിങ്ഡംസ് ആണ്. ഇവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള ചോദ്യം വന്നിട്ടുണ്ട്. ഏകദേശം 9 തവണയാണ് ഈ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. അടുത്തതായി ബ്ലോക്ക് 2ൽ നിന്നുള്ള യൂണിറ്റ് 8ലെ ലേറ്റർ മിഡീവൽ പെനിൻസുലാർ എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന് ലോക്കൽ ഗ്രൂപ്പ്സ്, റോയാലിറ്റി, റവന്യൂ, മിലിറ്ററി എന്ന ഭാഗം 5 തവണയോളം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. അതും ഒരു മീഡിയം ലെവൽ ചോദ്യമാണ്. ബ്ലോക്ക് 2ലെ യൂണിറ്റ് 9, 10 ഭാഗങ്ങളിലായി കിടക്കുന്ന ഹിമാലയൻ പോളിറ്റീസ് എന്ന് പറയുന്ന യൂണിറ്റിലെ ആസാം, കാമരൂപ, സിക്കിം, ത്രിപുര എന്ന് പറയുന്ന ഭാഗം 3 തവണയോളം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. താരതമ്യേന കുറവ് തവണയാണ് അത് ചോദിച്ചത്. ദാറ്റ് മീൻസ് അതൊരു ലോ ലെവൽ ചോദ്യമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ബ്ലോക്ക് 3ലെ യൂണിറ്റ് 11ലെ ഡൽഹി സുൽത്താനേറ്റ് ഫസ്റ്റ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നും സ്റ്റേറ്റ് നേച്ചർ, സ്റ്റേറ്റ് ക്രാഫ്റ്റ് സോഴ്സസ് എന്ന് പറയുന്ന ഭാഗം ഏകദേശം 10 തവണയോളം ചോദിച്ചിട്ടുണ്ട്. ഹൈ റെലവൻസി ഉള്ള ഒരു ചോദ്യമാണ്. ബ്ലോക്ക് 3ലെ തന്നെ യൂണിറ്റ് 12ലെ രജപുത്സിന്റെ ഒറിജിൻ, മിലിറ്ററി, അഡ്മിനിസ്ട്രേഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്നതിനെ കുറിച്ചുള്ള ചോദ്യം 6 തവണയോളം ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 3ലെ യൂണിറ്റ് 13ലെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ പോളിറ്റീസ് എന്ന് പറയുന്ന ഭാഗം, അതായത് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ ഭാഗത്തുള്ള സ്റ്റേറ്റ്സിലെ പോളിറ്റീസ് ആണ് ചോദിക്കുന്നത്. ആസാം, അഹം, സിക്കിം, ത്രിപുര എന്നീ ഭാഗങ്ങൾ ഏകദേശം 3 തവണയോളം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. ബ്ലോക്ക് 3ലെ തന്നെ യൂണിറ്റ് 14ലെ വിജയനഗര, ബാമിനി കിങ്ഡംസ്, അതില് ഫൗണ്ടേഷൻ, സ്റ്റേറ്റ്, ബംഗാൾ, മാൾവ എന്ന ടോപ്പിക്കുകൾ ഏകദേശം 8 തവണയോളം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. ബ്ലോക്ക് 3ൽ നിന്നുള്ള 15ാമത്തെ യൂണിറ്റിലെ മുഗൾ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നും ഇംപീരിയൽ ഐഡിയോളജി ആൻഡ് മുഗൾ എംപയറിന്റെ ഡിക്ലൈൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഏകദേശം 11 തവണയോളം ചോദിച്ച റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 3ൽ നിന്നുള്ള യൂണിറ്റ് 16, 17ലായി കിടക്കുന്ന മറാത്താസിന്റെ കോൺഫെഡറസി, അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഇതെല്ലാം 12 തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. തീർച്ചയായും നമുക്ക് അത് ഇത്തവണയും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ബ്ലോക്ക് 4ലെ 18, 19 യൂണിറ്റുകളിൽ കിടക്കുന്ന 18th സെഞ്ചുറി യൂണിറ്റിൽ നിന്നുള്ള മുഗൾ ഡിക്ലൈൻ, റീജിയണൽ കിങ്ഡംസ്, ബ്രിട്ടീഷ് റൈസ് എന്ന് പറയുന്ന ഭാഗം ഏകദേശം 9 തവണയോളം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. ബ്ലോക്ക് 5 കൊളോണിയലിസം ഓർ എംപയർ എന്ന യൂണിറ്റിലെ 20, 22 ഭാഗങ്ങളായിട്ടുള്ള ഡച്ച്, ബ്രിട്ടീഷ് പ്രിൻസിലി സ്റ്റേറ്റ്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഭാഗം ഏകദേശം 7 തവണയോളം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. ബ്ലോക്ക് 6ലെ യൂണിറ്റ് 23, 25 ഭാഗങ്ങളിലുള്ള ചോളാസ്, പാണ്ഡ്യാസ്, മൗര്യൻ, ലോ ആൻഡ് ജസ്റ്റിസ് ഈ ഭാഗങ്ങൾ ഏകദേശം 5 തവണയോളം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. ബ്ലോക്ക് 7ലെ സുൽത്താനേറ്റ് ഓർ മുഗൾസ് എന്ന ബ്ലോക്കിലെ 26, 28 യൂണിറ്റുകളിലായി കിടക്കുന്ന സുൽത്താനേറ്റ് ആൻഡ് മുഗൾ പീരീഡിലെ അഡ്മിനിസ്ട്രേഷൻ, റവന്യൂ, മിലിറ്ററി, മൻസബ്, ജാഗിർ എന്ന ഭാഗങ്ങൾ 8 തവണയോളം ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 8 ഇതിലെ 29 മുതൽ 34 വരെയുള്ള യൂണിറ്റുകളിൽ നിന്നുള്ള കൊളോണിയൽ പോളിസി, എഡ്യൂക്കേഷൻ, നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ, ഡെമോക്രാറ്റിക് പോളിറ്റി എന്ന് പറയുന്ന ഭാഗങ്ങൾ 4 തവണയോളം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ടോപ്പിക്കുകളാണ്. നമ്മളിപ്പോ പറഞ്ഞ കാര്യത്തിന്റെ തന്നെ ഒരു ബാർ ഡയഗ്രാം ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ്, ഈ 1ാമത്തെ ബ്ലോക്കിനാണ് കൂടുതൽ പ്രയോറിറ്റി നൽകേണ്ടത്. ദെൻ അതൊക്കെ പുറമെ 3ാമത്തെ ബ്ലോക്കിൽ നിന്നും ചോദ്യങ്ങൾ ധാരാളം വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അടുത്തത് നമുക്ക് എങ്ങനെയാണ് എക്സാം പാറ്റേൺ എങ്ങനെയൊക്കെയാണ് വരുന്നത്, ക്വസ്റ്റ്യൻ ടൈപ്പുകൾ ഏതൊക്കെ രീതിയിലാണ് എന്ന് ഒരു അനലൈസ് നടത്താം.
പ്രധാനമായിട്ടും നമുക്ക് എസ്സേ ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതായത് ലോങ് ആൻസേഴ്സ് ആണ് അവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. 20 മാർക്കാണ് ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിന് മാക്സിമം വരുന്ന സ്കോർ. അത് ഏകദേശം 500 to 600 വേർഡ്സിലാണ് അതിന്റെ ഉത്തരം എഴുതേണ്ടത്. രണ്ടാമത് പ്രതീക്ഷിക്കാവുന്ന ഒരു ഫോർമാറ്റ് ഷോർട്ട് നോട്ട് ഫോർമാറ്റിൽ എഴുതുന്ന ഉത്തരങ്ങളാണ്. ഒരു ചോദ്യത്തിന് 10 മാർക്കാണ് മാക്സിമം സ്കോർ എന്ന് പറയുന്നത്. 250 മുതൽ 300 വേർഡ്സിലാണ് അതിന്റെ ഉത്തരം എക്സ്പെക്ട് ചെയ്യുന്നത്. അടുത്തത് തിമാറ്റിക് അനാലിസിസ് ആണ്. അതായത് എസ്സേ ടൈപ്പ് ചോദ്യം തന്നെ ആയിരിക്കും ഇത്. മാക്സിമം 20 മാർക്കാണ് ഇതിനും വരുന്നത്. 500 വേർഡ്സിലാണ് ഉത്തരങ്ങൾ എഴുതേണ്ടത്. അടുത്തത് സോഴ്സ് ബേസ്ഡ് അല്ലെങ്കിൽ കമന്റ് ബേസ്ഡ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിനും 10 മുതൽ 20 മാർക്ക് വരെ എക്സ്പെക്ട് ചെയ്യാം. അതായത് അത് ഷോർട്ട് നോട്ട് ആയിട്ടോ അതോ എസ്സേ ടൈപ്പ് ചോദ്യമായിട്ടോ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. 250 മുതൽ 500 വേർഡ്സിലാണ് ഉത്തരം എഴുതേണ്ടത്. നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഞാൻ താരതമ്യേന അടുത്ത 3 ഫോർമാറ്റ് നമ്മുടെ പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. MCQ ലെവൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളൊന്നും തന്നെ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്, ന്യൂമറിക്കൽ അല്ലെങ്കിൽ കേസ് സ്റ്റഡി പോലത്തെ ചോദ്യങ്ങളൊന്നും തന്നെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഇത്തവണയും നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതില്ല. അടുത്തതായി നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ അനാലിസിസ് നടത്താം. ഇപ്പൊ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അതായത് ഒരു ബ്ലോക്കിൽ നിന്ന് നമുക്ക് മാക്സിമം എത്ര മാർക്ക് ആ ഒരു ബ്ലോക്കിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ബ്ലോക്ക് ആയിട്ടുള്ള ഏർലി സ്റ്റേറ്റ് ഫോർമേഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്നും ഏകദേശം 20 മാർക്കിനുള്ള ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ബ്ലോക്ക് 2ൽ നിന്ന് സ്റ്റേറ്റ്സ് 7th to 30th സെഞ്ചുറി, അതും 20 മാർക്ക് ചോദ്യങ്ങളോളം നമുക്ക് അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. മൂന്നാമത്തെ ബ്ലോക്കിൽ നിന്നും 20 മാർക്ക് മാക്സിമം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നാലാമത്തെ ബ്ലോക്ക് ആയിട്ടുള്ള 18th സെഞ്ചുറി സ്റ്റേറ്റ്സിൽ നിന്നും 20 മാർക്കോളം ഉള്ള ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. ബ്ലോക്ക് 5 കൊളോണിയലിസം ആൻഡ് എംപയർ എന്ന് പറയുന്ന ഭാഗത്തു നിന്നും 20 മാർക്കോളം ഉള്ള ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദെൻ എക്സാമിന്റെ പാറ്റേൺ, ഇതൊരു തവണ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. നമുക്ക് പ്രധാനമായിട്ടും എക്സ്പെക്ട് ചെയ്യാവുന്ന പാറ്റേൺ എന്ന് പറയുന്നത് എസ്സേ ടൈപ്പ് അല്ലെങ്കിൽ ലോങ് ആൻസർ ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. മെജോറിറ്റി ചോദ്യവും അങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കാം. ദെൻ ഷോർട്ട് നോട്ട് ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് താരതമ്യേന കുറവാണ്, കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി പല കുട്ടികൾക്കും ഉള്ളൊരു ഡൗട്ടാണ് പരീക്ഷ എഴുതുമ്പോൾ കൃത്യമായ സമയം പാലിച്ച് ഉത്തരങ്ങൾ എഴുതാൻ കഴിയുന്നില്ല എന്നുള്ളത്. നമുക്കറിയാം ഒരു പരീക്ഷയുടെ മാക്സിമം സമയം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. 3 മണിക്കൂറും 100 മാർക്ക് പേപ്പറിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോ ഇത്തരത്തില് വരുന്ന ഒരു ചോദ്യ പേപ്പറിൽ എങ്ങനെ സമയം ക്രമീകരിക്കണം എന്ന് ചോദിച്ചാൽ, ഒരു ചോദ്യത്തിന്, അതായത് നിങ്ങളൊരു എസ്സേ ടൈപ്പ് ചോദ്യമാണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം അതിനൊരു 30ഓ 32ഓ മിനിറ്റ് കൊടുക്കാവൂ. ഈ 30ഓ 32ഓ മിനിറ്റുകൾക്കുള്ളിൽ ഉത്തരം എഴുതി തീർക്കാനായി മാക്സിമം ശ്രമിക്കണം. നമുക്കറിയാം ഇത്തരത്തിലുള്ള 5 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് ഉണ്ടാവുക. ഇനി ഒരു ഷോർട്ട് ആൻസർ ടൈപ്പ് അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ടൈപ്പ് ചോദ്യമാണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം 15 മുതൽ 18 മിനിറ്റ് വരെ നമുക്ക് ആ ഒരു ചോദ്യത്തിന് നൽകാവുന്നതാണ്. അതിനുള്ളിൽ ഈ ഷോർട്ട് എസ്സേയും എഴുതി തീർക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഇങ്ങനെ നോക്കിപ്പോയാൽ സമയം നമുക്ക് ക്രമീകരിച്ച് ഉത്തരങ്ങൾ എഴുതാനായി സാധിക്കും. ഇനി നമുക്ക് പ്രധാനപ്പെട്ട 10
ചോദ്യങ്ങൾ ഒന്ന് നോക്കാം. അതായത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി കുഷാന സ്റ്റേറ്റ്സിന്റെ നേച്ചറിനെ കുറിച്ച് എഴുതാനുള്ള ചോദ്യമാണ്. ഏകദേശം 6 തവണയോളം ഈ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഗണസംഖ്യാസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അത് ഏകദേശം 6 തവണയോളം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ദെൻ മൂന്നാമത്തെ ചോദ്യം ഗുപ്ത എംപയറിന്റെ ഡിസിന്റഗ്രേഷനുമായി അല്ലെങ്കിൽ ഗുപ്ത സാമ്രാജ്യത്തിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ്. അവരുടെ തകർച്ചയ്ക്ക് ശേഷമുള്ള ഫ്യൂഡറ്ററീസിന്റെ ഒരു ഉത്ഭവം അല്ലെങ്കിൽ റൈസ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അതും 6 തവണയോളം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. നമുക്കറിയാം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇപ്പോ കേരള സിലബസിൽ പോലും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഗുപ്ത ഡിസിന്റഗ്രേഷൻ ആൻഡ് റൈസ് ഓഫ് ഫ്യൂഡറ്ററീസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പൊ തന്നെ ഊഹിക്കാമല്ലോ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടാകും എന്ന്. ഇനി നാലാമത്തെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇംപീരിയൽ ഐഡിയോളജി അണ്ടർ അക്ബർ. അതും 6 തവണയോളം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് ഡൽഹി സുൽത്താനേറ്റിന് അണ്ടറിലുള്ള സ്റ്റേറ്റ് ക്രാഫ്റ്റിനെ സംബന്ധിച്ചുള്ള ടെക്സ്റ്റൽ സോഴ്സസിനെ കുറിച്ചുള്ള ചോദ്യമാണ്. അത് ഏകദേശം 5 തവണയോളം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. ആറാമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് വിജയനഗര കിങ്ഡത്തിനെ കുറിച്ച് അതിന്റെ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു എസ്സേ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. അതും ഏകദേശം 5 തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. ഏഴാമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് മുഗൾ സ്റ്റേറ്റിന്റെ വേരിയസ് ഇന്റർപ്രിട്ടേഷൻസ്. അതായത് പല ചരിത്രകാരന്മാർക്കും മുഗൾ സ്റ്റേറ്റിനെ സംബന്ധിച്ച് പല പല അഭിപ്രായങ്ങളാണ്. അതിന്റെ തിയറികൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോ അതിനെ കുറിച്ചാണ് എഴുതാൻ ഇവിടെ ചോദിക്കുന്നത്. അത് ഏകദേശം 5 തവണയോളം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. എട്ടാമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഓഫ് ദ മറാത്താസ്. മറാത്താസിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ അവരുടെ ഭരണത്തെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ പ്രത്യേകതകളാണ് എഴുതാനായി ചോദിക്കുന്നത്. അത് ഏകദേശം 5 തവണയോളം ചോദിച്ച ചോദ്യമാണ്. ഒൻപതാമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് കൊളോണിയൽ പീരീഡിലെ ക്രിമിനൽ ലോ, അതിന്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ലോസിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ആ ചോദ്യം. അത് ഏകദേശം 5 തവണയോളം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. പത്താമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് 17th സെഞ്ചുറിയിലെ ഇന്ത്യൻ ഓഷ്യൻ ട്രേഡ്, അതിൽ ഡച്ച് ഡോമിനേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം ആണ്. അത് ഏകദേശം 4 തവണയാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്കൊരു ഫ്രീക്വൻസി ടേബിൾ നോക്കാം. ഇതിൽ നിന്ന് നേച്ചർ ഓഫ് കുഷാന സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭാഗം, ഇത് ബ്ലോക്ക് 1 യൂണിറ്റ് 3 വരുന്ന ഭാഗമാണ്. 6 തവണ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിന്റെ മാക്സിമം സ്കോർ എന്ന് പറയുന്നത് 20 മാർക്കാണ്. ഗണസംഖ്യാസ് എന്ന് പറയുന്ന ടോപ്പിക്, ഇത് ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 4 വരുന്ന ടോപ്പിക്കാണ്. അതും 6 തവണയോളം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. ദെൻ റൈസ് ഓഫ് ഫ്യൂഡറ്ററീസ് ആൻഡ് ഗുപ്ത ഡിസിന്റഗ്രേഷൻ എന്ന് പറയുന്ന ഭാഗം ഒരു ടോപ്പിക്ക്, അത് 5ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ടോപ്പിക്കാണ്. അതും 6 തവണയോളം ചോദിച്ചിട്ടുണ്ട്. ദെൻ ഇംപീരിയൽ ഐഡിയോളജി അണ്ടർ അക്ബർ എന്ന് പറയുന്ന ഭാഗം, അത് ഏകദേശം 6 തവണയോളം ചോദിച്ചിട്ടുണ്ട്. 15ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ബ്ലോക്ക് 3 15ാമത്തെ യൂണിറ്റിലെ ടോപ്പിക്കാണ് ഇംപീരിയൽ ഐഡിയോളജി അണ്ടർ അക്ബർ എന്ന് പറയുന്ന ഭാഗം. അടുത്തത് ടെക്സ്റ്റൽ സോഴ്സസ് ആൻഡ് സ്റ്റേറ്റ് ക്രാഫ്റ്റ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്ന ടോപ്പിക് ബ്ലോക്ക് 3 നിന്നുള്ള ഭാഗമാണ്. അത് 5 തവണയോളം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. അടുത്തതായി ഫൗണ്ടേഷൻ ഓഫ് വിജയനഗര കിങ്ഡം എന്ന് പറയുന്ന ടോപ്പിക്, അത് ബ്ലോക്ക് 3 14ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ചോദ്യമാണ്. 5 തവണയാണ് അതും മുൻപ് ചോദിച്ചിട്ടുള്ളത്. ഇന്റർപ്രിട്ടേഷൻസ് ഓഫ് ദി മുഗൾ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭാഗം, അത് ബ്ലോക്ക് 3 യൂണിറ്റ് 15 നിന്നുള്ള ഭാഗമാണ്. 5 തവണയോളം അതും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. അടുത്തതായി അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഓഫ് ദ മറാത്താസ് എന്ന് പറയുന്ന ഭാഗം, അത് ബ്ലോക്ക് 3 16 മുതൽ 17 വരെയുള്ള ഭാഗങ്ങളിലായി യൂണിറ്റുകളിലായി നൽകിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. 5 തവണയാണ് അത് അപ്പിയർ ചെയ്തിട്ടുള്ളത്. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ലോ, കൊളോണിയൽ പീരീഡിലെ ക്ലാസിഫിക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അത് ബ്ലോക്ക് 5 യൂണിറ്റ് 25 എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യമാണ്. 5 തവണയാണ് അതും ചോദിച്ചിട്ടുള്ളത്. അടുത്തത് ഡച്ച് ഡോമിനേഷൻ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ ട്രേഡ് എന്ന് പറയുന്ന ഭാഗം, ബ്ലോക്ക് 5 യൂണിറ്റ് 20 നിന്നുള്ള ഭാഗമാണ്. അത് 4 തവണയാണ് അത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ട രീതി എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമുക്കൊരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആ ചോദ്യത്തിന്റെ ഉത്തരം ഏത് രീതിയിലാണ് എഴുതേണ്ടതെന്ന്
ആ ചോദ്യപേപ്പർ വായിച്ച് അത് മനസ്സിലാക്കിയ ശേഷം ഒരു 5 മിനിറ്റിൽ തന്നെ പ്ലാൻ ചെയ്യുക. 5 മിനിറ്റ് കൊണ്ട് അത് പ്ലാൻ ചെയ്തിട്ട് വേണം നിങ്ങൾ ഉത്തരം എഴുതാനായി തുടങ്ങേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന ഈ സ്ട്രാറ്റജീസ് ഒക്കെ ഒരു മോഡൽ പോലെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു ചോദ്യം എടുക്കുക, 5 മിനിറ്റ് കൊണ്ട് അതിന്റെ ഒരു ഔട്ട്ലൈൻ തയ്യാറാക്കുക, എന്നിട്ടൊരു 12 മുതൽ 15 മിനിറ്റ് വരെ കൊടുത്ത് അതിന്റെ ഉത്തരം റീകോൾ ചെയ്തെടുക്കാനായി ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഇത്തരത്തില് ഓർത്തെടുക്കുമ്പോൾ പ്രധാനമായും അതിൽ വരുന്ന ടേംസ്, ഡേറ്റ്സ്, അതേ കൂട്ടി എവിഡൻസസ്. നമുക്കറിയാം ചരിത്രത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എവിഡൻസ്, അതേ കൂട്ട് വർഷങ്ങൾ അല്ലെങ്കിൽ ആ ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തെടുക്കുക. അത് സിലബസിൽ നൽകിയിട്ടുള്ള അതേ വാക്കുകൾ, ടേംസ് ആണെങ്കിൽ അതേ ടേം തന്നെ യൂസ് ചെയ്യുക. ഡേറ്റ് കാര്യങ്ങൾ തെറ്റിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ചോദ്യം ഒന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്തതായി ലേൺ വൈസിന്റെ ഭാഗത്ത് നിന്ന് നടത്തുന്ന ഒരു പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ടേബിൾ ആണ് ഈ നൽകിയിട്ടുള്ളത്. അതായത് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നും എത്ര ശതമാനം സാധ്യതയാണ് അതിനുള്ളത് എന്നുള്ള ഒരു പ്രഡിക്ഷൻ ആണ് ഇവിടെ നടത്തുന്നത്. ആദ്യമായി ബ്ലോക്ക് 1 യൂണിറ്റ് 3 നേച്ചർ ഓഫ് ദി കുഷാന സ്റ്റേറ്റ്. തീർച്ചയായും നമുക്ക് അത് ഇത്തവണയും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. ഏകദേശം 83% സാധ്യതയാണ് ലേൺ വൈസ് അത് അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാനായി കാണുന്നത്. അതായത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് എന്നാണ് പറയുന്നത്. അടുത്തത് ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 4 അതിലെ ഗണസംഖ്യാസ് എന്ന് പറയുന്ന ടോപ്പിക്, അതിനും ഒരു 83% സാധ്യത കാണുന്നുണ്ട്. ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 5 ഫ്യൂഡറ്ററീസ് ആൻഡ് ഡിസിന്റഗ്രേഷൻ ഓഫ് ഗുപ്ത എംപയർ, അതിനും 83% സാധ്യത ഇനി വരുന്ന പരീക്ഷയ്ക്കും കാണുന്നുണ്ട്. ബ്ലോക്ക് 3 യൂണിറ്റ് 15 ഇംപീരിയൽ ഐഡിയോളജി അണ്ടർ അക്ബർ എന്ന് പറയുന്ന ഭാഗം, അതിനും 83% സാധ്യത കാണുന്നുണ്ട്. ബ്ലോക്ക് 3 യൂണിറ്റ് 11 സ്റ്റേറ്റ് ക്രാഫ്റ്റ് സോഴ്സസ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്ന ടോപ്പിക്, ഏകദേശം 67% സാധ്യതയാണ് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ ലേൺ വൈസ് കാണുന്നത്. അടുത്തതായി ബ്ലോക്ക് 3 യൂണിറ്റ് 14 ഫൗണ്ടേഷൻ ഓഫ് വിജയനഗര കിങ്ഡം, 67% സാധ്യത അതിനും കാണുന്നുണ്ട്. ബ്ലോക്ക് 3 യൂണിറ്റ് 15 നിന്നുള്ള ഇന്റർപ്രിട്ടേഷൻസ് ഓഫ് ദി മുഗൾ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും 67% സാധ്യത കാണുന്നുണ്ട്. ബ്ലോക്ക് 3 16, 17 യൂണിറ്റുകളിൽ നൽകിയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഓഫ് മറാത്താസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമ്മളൊരു 67% സാധ്യത തവണയും ചോദിക്കാൻ കാണുന്നുണ്ട്. ബ്ലോക്ക് 5 യൂണിറ്റ് 25 ക്ലാസിഫിക്കേഷൻ ഓഫ് ലോ എന്ന് പറയുന്ന ഭാഗം 67% സാധ്യത കാണുന്നുണ്ട്. ബ്ലോക്ക് 5 യൂണിറ്റ് 20 ഡച്ച് ഡോമിനേഷൻ ഓഫ് ഇന്ത്യൻ ഓഷ്യാനിക് ട്രേഡ് എന്ന് പറയുന്ന ഭാഗത്തിന് ഒരു 50% സാധ്യത കാണുന്നുണ്ട്. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പിജിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺ വൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺ വൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺ വൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. ബ്ലോക്ക് 3 യൂണിറ്റ് 13 നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ, ആസാം, അസം, ത്രിപുര എന്നീ പറയുന്ന ഭാഗങ്ങൾക്ക് ഒരു 33% സാധ്യതയാണ് കാണുന്നത്. താരതമ്യേന ഒരു സാധ്യത കുറവാണ് അത് വരാനായി എന്ന് കരുതി അത് പഠിക്കേണ്ട എന്ന് അർത്ഥമില്ല. ബ്ലോക്ക് 2 യൂണിറ്റ് 6 ഏർലി മിഡീവൽ പോളിറ്റീസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും 33% സാധ്യത കാണുന്നുണ്ട്. ബ്ലോക്ക് 5 22ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള പ്രിൻസിലി സ്റ്റേറ്റ്സ് മോഡേണൈസേഷൻ എന്ന് പറയുന്ന ഭാഗത്തിന് 17% സാധ്യത കാണുന്നുണ്ട്. തീർച്ചയായും ഈ കൂടുതൽ ശതമാനം പറഞ്ഞ ഭാഗങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിപ്പോ ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള പ്രോബബിലിറ്റി ചാർട്ടിൽ നിന്നും ഏകദേശം 70% മുകളിൽ സാധ്യത പറഞ്ഞ ഭാഗങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെയാണ്. കുഷാന സ്റ്റേറ്റിന്റെ നേച്ചർ, ഗണസംഖ്യാസിനെ കുറിച്ചുള്ള ഭാഗം,
പിന്നെ ഫ്യൂഡറ്ററീസും ഗുപ്ത എംപയറിന്റെ ഡിസിന്റഗ്രേഷൻ, പിന്നെ ഇംപീരിയൽ ഐഡിയോളജി അണ്ടർ അക്ബർ. ഇത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, നിർബന്ധമായും ഇത് പഠിച്ചു തന്നെ പോവുക. മീഡിയം പ്രയോറിറ്റി പറഞ്ഞിട്ടുള്ളത് 40 മുതൽ 69% സാധ്യത പറഞ്ഞ ഭാഗങ്ങൾ സ്റ്റേറ്റ് ക്രാഫ്റ്റ് ഇൻ ഡൽഹി സുൽത്താനേറ്റ്, വിജയനഗര ഫൗണ്ടേഷൻ, മുഗൾ ഇന്റർപ്രിട്ടേഷൻസ്, മറാത്ത അഡ്മിനിസ്ട്രേഷൻ, കൊളോണിയൽ ലോ, ഡച്ച് ട്രേഡ്. ഈ ഭാഗങ്ങൾക്ക് താരതമ്യേന ഒരു മീഡിയം ലെവൽ പ്രയോറിറ്റി ആണ് നൽകുന്നത്. പക്ഷെ ഈ ഭാഗങ്ങളും നോക്കി തന്നെ പോകേണ്ടതുണ്ട്. 40% താഴെ പറഞ്ഞതിന് ലോ പ്രയോറിറ്റി ആണ് കാണുന്നത്. നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ, ഏർലി മിഡീവൽ പോളിറ്റീസ്, പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, ഈ ഭാഗങ്ങൾക്കാണ് ലോ പ്രയോറിറ്റി താരതമ്യേന കുറവ് കാണുന്നത്. ഇനി അടുത്തതായി ലേൺ വൈസിന്റെ ഭാഗത്തു നിന്ന് നൽകുന്ന ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് MHI 104 ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിട്ടുള്ള ചോദ്യപേപ്പർ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മാതൃകയിലാണ് ഇതും നൽകിയിട്ടുള്ളത്. 3 മണിക്കൂറാണ് മാക്സിമം ടൈം എന്ന് പറയുന്നത്. സ്കോർ 100 മാർക്കാണ് വരുന്നത്. 5 ചോദ്യങ്ങളാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഒരു ചോദ്യത്തിന് 20 മാർക്കാണ്. അപ്പൊ ആദ്യത്തെ ചോദ്യം ഏത് ഭാഗത്തു നിന്നാണ് നമുക്ക് നോക്കാം. ബ്ലോക്ക് 1 യൂണിറ്റ് 3 നേച്ചർ ഓഫ് ദി കുഷാന സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് നൽകിയിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം 20 മാർക്ക് ചോദ്യമാണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 4 ഗണസംഖ്യാസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം യൂണിറ്റ് 5 ബ്ലോക്ക് 1 യൂണിറ്റ് 5 നിന്നുള്ള ഫ്യൂഡറ്ററീസ് ആൻഡ് ഡിസിന്റഗ്രേഷൻ, അതായത് ഗുപ്ത എംപയറിന്റെ ഡിസിന്റഗ്രേഷൻ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. നാലാമത്തെ ചോദ്യം ബ്ലോക്ക് 3 15ാമത്തെ യൂണിറ്റിലെ ഇംപീരിയൽ ഐഡിയോളജി അണ്ടർ അക്ബർ എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ്. തീർച്ചയായും നിങ്ങൾ ചോദ്യം വായിച്ച് മനസ്സിലാക്കുക. 5ാമത്തെ ചോദ്യം 20 മാർക്ക് ചോദ്യം ബ്ലോക്ക് 3 നിന്നുള്ള യൂണിറ്റ് 16, 17 മറാത്ത അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ്. 6ാമത്തെ ചോദ്യം ബ്ലോക്ക് 3 യൂണിറ്റ് 11 ഡൽഹി സുൽത്താനേറ്റ് സ്റ്റേറ്റ് ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ്. 7ാമത്തെ ചോദ്യം വിജയനഗര ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ്. അത് ബ്ലോക്ക് 3 വരുന്നത്. 8ാമത്തെ ചോദ്യം ബ്ലോക്ക് 5 യൂണിറ്റ് 25 കൊളോണിയൽ ലോയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ്. അത് ഓർത്തെടുക്കാനുള്ള, അതിന്റെ ഉത്തരം ഓർത്തെടുക്കാനുള്ള ഒരു ചാർട്ടാണ് താഴെ നൽകിയിട്ടുള്ളത്. എല്ലാ ചോദ്യങ്ങളുടെ താഴെയും ഇതേപോലെ ഓർത്തെടുക്കാൻ പാകത്തിന് ഒരു ടേബിൾ അല്ലെങ്കിൽ എക്സ്ട്രാക്ട് നൽകിയിട്ടുണ്ട്. 8ാമത്തെ ചോദ്യം കൊളോണിയൽ ലോയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ്. ബ്ലോക്ക് 5 യൂണിറ്റ് 25 നിന്നുള്ള ചോദ്യമാണ്. 9ാമത്തെ ചോദ്യം ബ്ലോക്ക് 5 20ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഡച്ച് ട്രേഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ്. തീർച്ചയായും താഴെ നൽകിയിട്ടുള്ള ഡാറ്റ പരിശോധിക്കണം. 10ാമത്തെ ചോദ്യം ബ്ലോക്ക് 5 22ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള പ്രിൻസ്ലി സ്റ്റേറ്റ്സ് മോഡേണൈസേഷൻ എന്ന ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോയിൽ വരുന്നത്. തീർച്ചയായും നിങ്ങൾ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് നോക്കുക. നമ്മുടെ തന്നെ പഠന നിലവാരം സ്വയം വിലയിരുത്തുക. താങ്ക് യു.